നാഥാ നീ
1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യും. യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ചില ചോദ്യങ്ങൾ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, കർത്താവിനെ അനുഗമിക്കുന്ന ദൈവമക്കൾക്കുള്ള ശക്തമായ ഒരു വാഗ്ദത്തം ദൈവാത്മാവ് പത്രോസ് അപ്പോസ്തലൻ കൂടി നൽകുന്നു. ഇവിടെ ഇന്ന് നിങ്ങൾ കഷ്ടം സഹിക്കുന്നവരാണെങ്കിലും ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. കാരണം ക്രിസ്തുയേശുവിൽ തന്റെ നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങളെ ശക്തീകരിക്കും. കർത്താവിന്റെ ദിവ്യ നിത്യ തേജസ്സിനായിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ, നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുമ്പോൾ തന്നെ അവിടുന്ന് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. അവൻ നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കും. അവൻ നിങ്ങളെ തന്റെ ദിവ്യ ആത്മാവിനാൽ ശക്തീകരിക്കും. ഒരു നാൾ ഭയപ്പെട്ട് ഭാരപ്പെട്ട് വിളിച്ച വിളിയെയും തന്റെ മേലുള്ള ദൈവ നിയോഗത്തെയും മറന്നോടിപ്പോയ പിന്നത്തേതിൽ കർത്താവ് തന്നെ നേരിട്ടെത്തി പേർ ചൊല്ലി വിളിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പിന്നീട് തന്റെ ആത്മാവിനാൽ നിറച്ച് നിത്യതേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി ശക്തീകരിക്കുകയും ചെയ്ത അതേ പത്രോസിനെ കൊണ്ട് തന്നെയാണ് ഇവിടെ ദൈവം തന്റെ ജനത്തെ ഉറപ്പിക്കുവാനും തന്റെ വചനത്താൽ ശക്തീകരിക്കുവാനും അവരുടെ വാഗ്ദത്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുണർത്തുവാനും ഉപയോഗിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമല്ലേ? അനുഭവസ്ഥനായ ഒരുവൻ നമ്മോട് അതേ അനുഭവങ്ങളുടെ നടുവിൽ കൂടി ഭയവും ഭാരവും ഒക്കെ ഉള്ളവരായി നാം ആയിരുന്നപ്പോൾ നമ്മെ പ്രബോധിപ്പിക്കുന്നതും ഉറപ്പിക്കുന്നതും ഏറെ പ്രയോജനകരമാണ്. 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടും യേശുവിന്റെ ക്രൂശീകരണത്തിന് അനന്തരം പത്രോസ് തന്റെ കൂട്ടു ശിഷ്യന്മാരിൽ ചിലരും കൂടി അവരുടെ മേലുള്ള നിയോഗവും വിളിയും ഒക്കെ മറന്ന് ആശയറ്റവരായി തങ്ങളുടെ പഴയ പണി തേടിപ്പോയി. അവരുടെ വിശ്വാസം ചോർന്നുപോയി. അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. കഷ്ടതയെ നേരിടുവാൻ അവർ ഭയമുള്ളവരായി അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും വിട്ട് അവർ ഓടിപ്പോയി. ഞങ്ങളെയും പിടിച്ച് ക്രൂശിക്കുമോ എന്നുള്ള ഭയം മാത്രമല്ല അവരിൽ വ്യാപരിച്ചത്. ഇതുവരെ യേശുവിന്റെ കരുതൽ നമുക്കുണ്ടായിരുന്നു. ഇനി അതില്ലല്ലോ. നാളെ നമ്മൾ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നുള്ള ആശങ്കയും അവരെ അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് തുടർന്നുള്ള അപ്രകാരമുള്ള കഷ്ടതയെ അതിജീവിക്കുവാൻ വേണ്ടി വിളിയെ ഉപേക്ഷിച്ച്, വിളിച്ചവനെ അവഗണിച്ച് അവർ ഉപേക്ഷിച്ച് കളഞ്ഞിരുന്ന ഉപജീവന മാർഗമായ മീൻപിടുത്തത്തിലേക്ക് അവർ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് അവരെ വിട്ടില്ല. അവരുടെ പുറകെ അവരെ തേടിച്ചെന്നവരെ കണ്ടെത്തി. പാഴായ അധ്വാനം ഒരു രാത്രി മുഴുവനും നടത്തി പരാജിതരായി കഷ്ടതയുടെ നടുമുറ്റത്തേക്ക് സ്വയം കാലുകുത്തിയ തന്റെ ശിഷ്യന്മാരെ കരയിൽ അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ച് കാത്തിരുന്ന ഒരു ഗുരു അവരുടെ വിശപ്പും ക്ഷീണവും അകറ്റിയിട്ട് പിന്മാറ്റക്കാരുടെ നേതാവായ പത്രോസിനോട് ഉയർത്തിയ ഒരു ചോദ്യം അവനെ നിത്യ തേജസ്സിനായി, തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി യഥാസ്ഥാനപ്പെടുത്തുന്ന ചോദ്യമായി തീർന്നു. തന്റെ മറുപടി ആദ്യം തൃപ്തികരമായി തോന്നാതിരുന്ന കർത്താവ് വീണ്ടും വീണ്ടും പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് വേണ്ടി, തുടർന്ന് അവനെ ഉറപ്പിക്കേണ്ടതിനും പിന്നത്തേതിൽ ശക്തീകരിക്കേണ്ടതിനു വേണ്ടിയും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ട്? പ്രിയരെ, 1-ാം ചോദ്യത്തിന് പത്രോസ് മറുപടി പറഞ്ഞുവെങ്കിലും നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് 3-ാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് വീണ്ടും പത്രോസ് പറഞ്ഞ മറുപടിയിൽ കർത്താവ് സംപ്രീതനായി എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. ഈ ചോദ്യവും പത്രോസിന്റെ തൃപ്തികരമായ മറുപടിയും തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് നയിച്ചത്. ഈ ചോദ്യത്തിന് താൻ പ്രതികരിച്ചപ്പോൾ പത്രോസ് കരുതിയിരുന്നില്ല ഭാവിയിൽ തന്റെ 1-ാം ലേഖനത്തിൽ കൂടി കഷ്ടതയിലായിരിക്കുന്ന അനേക ശിഷ്യരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും വചനത്താൽ ശക്തീകരിക്കുവാനും കർത്താവ് തന്നെ ഉപയോഗിക്കുമെന്നും അവരുടെ മേലുള്ള നിത്യമായ ആ വാഗ്ദത്തത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി
അവരെ യഥാസ്ഥാനപ്പെടലിന്റെ ആവശ്യതയെക്കുറിച്ച് താൻ അവരെ പ്രബോധിപ്പിക്കുമെന്നും കരുതിയിരുന്നില്ല. എന്നാൽ അന്നേ കർത്താവ് അത് അറിഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് പത്രോസിനോട് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ഉറപ്പിച്ചത്, അവനെ യഥാസ്ഥാനപ്പെടുത്തിയത്. പ്രിയരെ, നമ്മെ ഓരോരുത്തരെയും സർവകൃപാലുവായ ദൈവം നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. എന്നാൽ നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങളാൽ എന്തു തിന്നും, എന്തുടുക്കും, എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ആകുല ചിന്തകളാൽ കഷ്ടതകളുടെയും ചില പരിശോധനകളുടെയും ഭാരങ്ങളാൽ ആത്മീയ പിന്മാറ്റങ്ങളിലും പരാജയങ്ങളിലും ആയിപ്പോയവരോട് അവരെ ആത്മീയ മുന്നേറ്റമുള്ളവരാക്കി തീർക്കുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, വചനത്താലും ആത്മാവിനാലും ശക്തീകരിക്കുവാൻ, തന്നെയുമല്ല പിന്നത്തേതിൽ പത്രോസിനെ പോലെ അനുഭവങ്ങളുടെ സമ്പത്തുള്ളവരായി മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരാക്കി തീർക്കേണ്ടതിന് വേണ്ടി പ്രിയരെ, കർത്താവ് നമ്മോട് നേരിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇന്നും കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഏവരും. മറുപടി പ്രതീക്ഷിച്ചാണ്, തൃപ്തികരമായ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഒരേ ചോദ്യം തന്നെ ആവർത്തിച്ച് പ്രിയരെ കർത്താവ് നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പ്രതീക്ഷിക്കുന്ന മറുപടി ഉയർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇന്നും അവിടുന്ന് നമ്മെ തിരഞ്ഞു പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വിട്ടുകളയേണ്ടത് എന്തൊക്കെയോ നാം തിരിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്നേഹസമ്പൂർണനായ കർത്താവ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വിട്ടുകളയേണ്ടത് എന്താണ് എന്ന് നമുക്കറിയാം. അത് പിടിച്ചു വയ്ക്കാതെ വിട്ടുകളയുക. എന്നിട്ട് കർത്താവിനോട് മറുപടി പറയുക, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു എന്ന് പറയും. കൂടപ്പുറപ്പുകളെ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തി, നമ്മെ ഉറപ്പിച്ച്, നമ്മെ ശക്തീകരിക്കുന്നത് ഇവിടെയുള്ളതൊന്നിനു വേണ്ടിയല്ല കേട്ടോ. നിത്യതേജസ്സിന്റെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് ആ വിളിയിൽ, ആ തിരഞ്ഞെടുപ്പിൽ യഥാസ്ഥാനപ്പെട്ടവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. വിളിച്ചത്, നമ്മുടെ ചോദ്യം ഉയർത്തിയത് ഇവിടെയുള്ള ആരുമല്ല, സ്വർഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ മേൽ സ്വർഗീയ പിതാവിന് ലക്ഷ്യമുണ്ട്. പിന്മാറിപ്പോകരുത്. യഥാസ്ഥാനപ്പെടുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിച്ച വൻകൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങള് വിട്ടുകളഞ്ഞത് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇന്നും അത് ഞങ്ങള് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വിട്ടുകളഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി പറഞ്ഞ് യഥാസ്ഥാനപ്പെടുവാൻ, കർത്താവ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞെങ്കിലേ മതിയാകിയുള്ളൂ എന്നുള്ള ബോധ്യത്തോടെ മറുപടി പറഞ്ഞു കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, അതിൻ പ്രകാരം പിന്നത്തേതിൽ അനുഭവങ്ങളെ പ്രാപിച്ച് നിത്യവാഗ്ദത്തങ്ങൾ അവകാശമാക്കി അനേകരെ ബലപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരെയും കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ദൈവസഭയുടെ വിശാലതയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കണം. ഇന്നിന്റെ മറുപടികളും വിടുതലുകളും ദൈവജനത്തിന് മേൽ കൽപ്പിച്ച് മഹത്വം അങ്ങെടുക്കണമേ. പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.